മീനാക്ഷി ചാന്ത് കൺമഷി പിന്നെ വളാ പിന്നെ അതിന് കാശും കയറണം. ജോലി കിട്ടുമ്പോ തരാം. പിന്നെ വീടിയുടെ വാടയുണ്ടോ? ഇല്ല. ഞാനൊന്ന് വലിച്ചു നോക്കി. അയ്യോ ഭയങ്കര കയ്പാ. അമ്മ അറിഞ്ഞാ കൊല്ലും. ചേട്ടച്ചോട്ട് പോയിരിക്ക? ബലിയിടാൻ പോയിരിക്ക അച്ഛന്റെ. പിന്നെ ചേട്ടച്ചൻ വന്നാ ഞാൻ വീഡിയോ വിളിച്ചാലും പറയല്ലേ. മോള് പേടിച്ചു പോയോ? നീ നല്ല മിടുക്കത്തി കുട്ടിയാണെന്ന് അറിയിച്ചതല്ലേ? ചേട്ടച്ചൻ ബലിയിടാൻ പോയിട്ട് വന്നു? ഇല്ല. വരുമ്പോ നല്ല വിശേഷമാണെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പറയാ എന്ന് വെച്ച് പറയാണ്ടിരിക്കാൻ പറ്റൂ? ഇനി എണ്ണ പലഹാരം കുറെ തിന്ന. ഇനിയിപ്പോ ഒരു ചടങ്ങൊക്കെ ഉണ്ടേ. എന്താ എന്താ കാര്യം? ഉണ്ട് മീനാക്ഷിക്ക് ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം? അതെ ഇന്ന് തൊള്ള തുറക്കാതെ. അതൊക്കെ പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. അവളെന്തേ? ഇപ്പൊ കാണണ്ട. ഞാൻ വിളിച്ചു കാണിക്കാം. കാണിക്കാൻ നടക്കുന്നു. നീ പോയി ആ കാർത്തിയാനി ചേച്ചിയെ ജഗതമ്മയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാടാ. അവര് വന്ന് 4 കോര വീട്. ഉണ്ണിക്കുഞ്ഞെ നോക്കിക്കേ, ഇന്നലത്തെ മീനാക്ഷി അല്ല ഇന്നത്തെ മീനാക്ഷി. ആളങ്ങ് മാറിപ്പോയി. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു നാണം? നോക്കണ്ട, 4 ദിവസം ആകാശം പോലും കാണാൻ പാടില്ലെന്നാ ശാസ്ത്രം. ചേട്ടച്ചാ, ഈ മീനാക്ഷിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്താ പറ്റിയത്? ഒലക്കയുടെ മൂട് പിന്നാരം ചോദിക്കാൻ നടക്കുന്നു ഒരു മരങ്ങോട്. എന്റെ ദൈവമേ, ഇവനെ അവൻ കാര്യം കുറച്ചെങ്കിലും അറിയട്ടെ. മീനാക്ഷി വലിയ കുട്ടിയായി. ഇനി നിന്റെ കൂടെ പഴയതുപോലെ ഓടാനും ചാടാനും അവള് വരില്ല. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, there is blood on the moon. വലിയ കുട്ടിയാകുമ്പോ നിനക്കത് മനസ്സിലാവും. സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ലാത്തതിനാലാണ് ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമായ ഭാഗം മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ ഒരു ഋജുരേഖയിൽ വരുമ്പോൾ ഭൂമിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവൻ സൂര്യനിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതിനാൽ അവിടെ പ്രകാശം വീഴുന്നില്ല. തന്മൂലം ചന്ദ്രൻ അദൃശ്യനായി തീരുന്നു. ഇങ്ങനെയാണ് കറുത്ത ഭാവം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അല്ലാതെ നീ പറഞ്ഞവരൊന്നും അല്ല. അയ്യോ, എനിക്ക് വയ്യേ. ഞാനിനി എന്തോ ചെയ്യും എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ചേട്ടച്ചോ, എന്റെ ചേട്ടച്ചോ, ഈ പഠിപ്പിലൊന്ന് നിർത്ത്. അത്യാഹിതം പറ്റിയത് അറിഞ്ഞോ? അയ്യോ, എന്റെ മനസ്സിൽ ചൂട്ട് പോലെ കത്തുവാ. എന്താ പറ്റിയമ്മേ? നിന്റെ തന്തേന്ന് പറയുന്ന യന്ത്രനുണ്ടല്ലോ, അയാള് നമ്മളെ ഇട്ടേച്ച് പോയി. മിലിറ്ററി. അച്ഛൻ ചത്തോമ്മേ? ഓ, ചത്തങ്ങി ഭേദം ഉണ്ടായിരുന്നല്ലോ. പിന്നെ എങ്ങോട്ടാ പോയത്? അയാള് നാഗാലാൻഡുകാരി ഒരു പെണ്ണിന്റെ കൂടെ പൊറുക്കുക പോലും. മാങ്കൂട്ടത്തില് ചെറിയച്ഛൻ ലീവിൽ വന്നിട്ടുണ്ട്. അയാൾ വന്ന് പറഞ്ഞതാ ഇനി നോക്കണ്ടെന്ന്. അമ്മ വീട്ടിലേക്ക് പോ, ഞാൻ പഠിക്കട്ടെ. പരീക്ഷയ്ക്ക് ജയിച്ചാ എനിക്ക് മിലിറ്ററി ചേരണം. ഏരണം കെട്ടവനെ, നിന്റെ ഒരു മിലിറ്ററി. തന്തയുടെ കൂടെ നീയും പോടാ. എന്നിട്ട് നാഗാലാൻഡ് ഒരു ചക്രക്കണ്ണി നോക്കിയിരിക്കുന്ന ചെല്ലടാ അങ്ങോട്ട്. നീ ഗുണം പിടിക്കത്തില്ലടാ. എന്റെ ദൈവമേ, എനിക്ക് ആരുമില്ല. ചേട്ടാ, ഈ നാഗാലാൻഡ് എവിടെയാ? എവിടെ ആയാലും ഒരു ദിവസം ഞാനവിടെ പോവും. ചേട്ടച്ചാ, ആ ചേട്ടച്ചാ, പറഞ്ഞോടി. ശ്രദ്ധ മാറിയ എണ്ണയുടെ മൂപ്പ് കയറ്റും. ഇത്രയും ബന്ധപ്പാടുണ്ടായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വാര്യർ സാർ എന്താ പറഞ്ഞെന്നറിയോ? ഈ എണ്ണയുടെ മണം കേട്ടാ മതി മുടി താനെ വളരുന്നു. അത്
എങ്ങനത്തെ മുടി? എലുമ്പ മുടിയൊന്നും അല്ല, നല്ല ഉള്ളുള്ള മുടി. ചേട്ടച്ചൻ സർക്കസ് കണ്ടിട്ടുണ്ടോ? പിന്നില്ലയോ? എന്താ ചോദിച്ചേ? 8ലെയും 9ലെയും കുട്ടികളെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് ടൗണിൽ. ഇപ്പൊ ചെറിയൊരു മണം കിട്ടുന്നുണ്ടോ? ഇല്ല, ആയിട്ടില്ല. ആ ഞങ്ങൾ 10ാം ക്ലാസ് വരെ എസ്കേഷന് കൊണ്ടുപോകുന്നുണ്ട്. തീ ഇനി കുറച്ച് മതി. ചേട്ടച്ചൻ മലമ്പുഴ ഡാം കണ്ടിട്ടുണ്ടോ? ഊട്ടി പോയിട്ടുണ്ടോ? കന്യാകുമാരിയിലോ തേക്കടിയിലോ പോയിട്ട്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ നാശം? ഈ ഭൂഗോളം ചുറ്റിക്കറങ്ങലായിരുന്നു എന്റെ പണി. എന്താ വേണ്ടേ? കാര്യം പറ. എസ്കേഷന് പോകുന്നവര് 150 രൂപയും പേരും നാളെ നാളെ കൊടുക്കണം. നിർബന്ധമൊന്നുമില്ലല്ലോ, പോകുന്നവര് കൊടുത്താ പോരെ? എനിക്ക് വേണ്ട. എക്സ്കർഷൻ എന്ന് പറഞ്ഞ് കണ്ട അവള് മാറുടെ കൂടെ കണ്ട കാട്ടിലും മലയിലും കൊക്കയിലും ഒക്കെ വണ്ടി മറിഞ്ഞ് വെള്ളത്തിൽ കാലും വഴുതി വീണേച്ച് വേണ്ട വരെയൊക്കെ പഠിക്കാൻ നോക്കൂ. ക്ലാസ്സിൽ ബാക്കി എല്ലാരും പോകുമ്പോ നീ മാത്രം പോകുന്നില്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരും വിടുവെച്ചോല്ലോ. അതെ, ബാക്കിയുള്ളവരെ പോലെ അല്ല മീനാക്ഷി. മീനാക്ഷിയാ. അവളെ വളർത്തുന്ന ചേട്ടച്ചനുണ്ടല്ലോ, അയാളൊരു മൂരാച്ചിയാ. പൊയ്ക്കോ എന്റെ മുമ്പിൽ എണ്ണ തിളച്ചോണ്ടിരിക്കെ കൊടിയ മോന്തയ്ക്ക് ഒഴിക്കിപ്പോ. മീനാക്ഷി, അച്ഛനൊരു പഴഞ്ചൻ മട്ടുകാരനല്ലയോ? ഈ എക്സ്കർഷന്റെയും കുന്തത്തിന്റെയും കാര്യം പറഞ്ഞ അവിടെ പിടിക്കത്തില്ല. അപ്പൊ വായി തോന്നിയതൊക്കെ പറയും. അത് കേട്ട് നീ പണങ്ങണ്ട വല്ല കാര്യമുണ്ടോ? ഈ എണ്ണ വരട്ടി തരുന്നത് അച്ഛനല്ല ചേട്ടനാ. വേണ്ട, ഞാനിപ്പോ കുളിക്കുന്നില്ല. നീ ചുമ്മാ വാശി പിടിക്കാതെ. അച്ഛനറിയാതെ നിന്നെ ഞാൻ എല്ലായിടം കൊണ്ടുപോയി കാണിച്ചു തരാം. വേണ്ട, ചേട്ടച്ചൻ വെറുതെ നുണ പറയും. നിന്നാണ് സത്യം. കൊണ്ടുപോവാന്ന് മാത്രമല്ല, നീ നല്ല മാർക്ക് വാങ്ങിച്ചു പാസ്സായ നിന്നെ ഞാൻ സിറ്റിയിലെ കോളേജ് ചേർക്കാം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ നീ അങ്ങ് അവിടുത്തെ കാര്യം അയക്കോ? അവിടെ അടുത്താണ് നമ്മുടെ വല്യേട്ടന്റെ വീട്. എന്തൊരു ജഡയാന്ന് നോക്കിക്കേ. ഒരു ദിവസം അവിടെയും പോണം. ഞാൻ ആ ചേട്ടത്തിയെ കണ്ടിട്ടേ ഇല്ല. കാണുന്നിട്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? അച്ഛൻ മൈറ്റേണ്ട, എന്നിട്ട് പോയി നല്ലവണ്ണം അങ്ങോട്ട് മുങ്ങി കുടിക്കേ. ഈ ഇഞ്ചയും പയറുപടി എന്തിനാടി കൊണ്ടുവച്ചിരിക്കുന്നത്? വല്ല നേർച്ചയുണ്ടോ? കേറുവൻ തേക്കടി, താളി റെഡി. ചേട്ടച്ചൻ പൊയ്ക്കോ, ഞാൻ തേച്ചോളാം. ഇങ്ങോട്ട് കേറി വാ, പുറം ഞാൻ തേച്ചു തരാം. ഞാൻ തേച്ചോളാന്നേ. വെറുതെ വാശി പിടിക്കല്ലേ. വാ, ചേട്ടച്ചൻ പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. എന്നാ ഞാൻ കേറി വരത്തില്ല. ആരാ കുളിക്കടവില്? അയ്യേ, ഇതെന്തോന്നാ പെണ്ണുങ്ങള് കുളിക്കുന്നിടത്ത്? ഒന്ന് കയറി പോയേ. പറഞ്ഞ പോലെ ഇവിളിപ്പോ വലിയ പെണ്ണായി പോയല്ലോ, ഞാൻ ഓർത്തില്ല. കഷ്ടം, ഇങ്ങനൊരു പാവം ചേട്ടച്ചൻ. ഇങ്ങ് കയറിയോ മോളെ, ഞാൻ തേച്ചു തരാം. ഈ ബ്ലൗസ് ഒക്കെ ഇട്ടോണ്ടിറങ്ങിയത് എന്താ? ചേട്ടച്ചൻ വന്നിരുന്നിട്ടാ? എന്താടാ? അല്ല, ഈ ജലത്തില് സോപ്പ് ലയിപ്പിക്കുമ്പോ ജലത്തിന്റെ പ്രതലബലം കുറയുന്നതിന് അമ്ലമാണോ കാരണം? അമ്പളമല്ല, നിന്റെ അമ്മയുടെ നായര്. പെങ്കൊച്ചു കുളിക്കുന്ന കടവിൽ അവന്റെ ഒരു അമ്പളം ലയിപ്പിക്കല്. അമ്പയ്ക്ക് മുമ്പേ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു നാശം. 10ാം ക്ലാസ് ജയിച്ചാ നേരെ അങ്ങ് നാഗാലാൻഡിൽ എത്തുമെന്നാ ചെറുക്കന്റെ വിചാരം. എന്തിനു കൊള്ളാം. ചേട്ടച്ചനോട് പിണങ്ങിട്ടാണോ എന്റെ അച്ഛൻ പോയത്? ആർക്കറിയാം. എന്തിനാ ഇപ്പൊ ഈ കിളിച്ചാ മുളച്ചൊക്കെ ചോദിക്കുന്നേ? അങ്ങോട്ട് ഇറങ്ങിക്കേ, ഇറങ്ങിയത് മുങ്ങിക്കേ.